ശരണം. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടുന്നു, അങ്ങേയല്ല സ്വന്തങ്ങൾ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടുന്നു, അങ്ങേയല്ല സ്വന്തങ്ങൾ തന്റെ മുഖം കണ്ടിടുന്നു. യേശുവേ മഹാനേ പ്രദീപമേ, യേശുവേ മഹാനേ പ്രദീപമേ. ആത്മാനസ്തരും ജീവനോടിരിക്കും ശുദ്ധരും, ആത്മാനസ്തരും ജീവനോടിരിക്കും ശുദ്ധരും.
തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രദീപമേ യേശുവേ മണാളനേ പ്രദീപമേ വേഗം ഭംഗിക്കാടുന്നേ നിത്യകൂടാരത്തിൽ ചേരാ വേഗം ഭംഗിക്കാടുന്നേ നിത്യകൂടാരത്തിൽ ചേരാ അസമാസമാകും കുട്ടികളെ മുറ്റുമാറുമിക്കണം അസമാസമാകും കുട്ടികളെ മുറ്റുമാറുമിക്കണം കണ്ടിടും കണ്ടിടും നീയനേകം കണ്ടിടും അന്നേറിയ സന്തോഷങ്ങൾ തന്റെ മുഖം കണ്ടിടും 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 നീയനേകം കണ്ടിടും അന്നേറിയ സന്തോഷങ്ങൾ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രദീപമേ യേശുവേ മണാളനേ പ്രദീപമേ മറഞ്ഞ സുതരോ ജീവനോടിരിക്കും സുതരോ മറഞ്ഞ സുതരോ ജീവനോടിരിക്കും സുതരോ നിന്നിൽ കാവലും ധരിക്കുമ്പോ കണ്ണിൽ നിന്നു മാറിപ്പോകുമേ നിന്നിൽ കാവലും ധരിക്കുമ്പോ കണ്ണിൽ നിന്നു മാറിപ്പോകുമേ കണ്ടിടും കണ്ടിടും നീയനേകം കണ്ടിടും അങ്ങേറുള്ള സന്തോഷങ്ങൾ തന്റെ മുഖം കണ്ടിടും 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 നീയനേകം കണ്ടിടും അങ്ങേറുള്ള സന്തോഷങ്ങൾ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രദീപമേ യേശുവേ മണാളനേ പ്രദീപമേ കണ്ടിടും കണ്ടിടും നീയനേകം കണ്ടിടും അങ്ങേറുള്ള സന്തോഷങ്ങൾ തന്റെ മുഖം കണ്ടിടും 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 നീയനേകം കണ്ടിടും അങ്ങേറുള്ള സന്തോഷങ്ങൾ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രദീപമേ യേശുവേ മണാളനേ പ്രദീപമേ എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വേഗം കാണും മണാളനേ വേഗം കാണും മണാളനേ കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അങ്ങനെയുള്ള സന്തോഷങ്ങൾ തന്റെ മുഖം കണ്ടിടും 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 പ്രിയരെ ഞാൻ ഓ ആത്മാവിൽ എന്നെ പകൽക്കാലം പാടി ആരാധിച്ച യേശുവേ മണാളനേ പ്രദീപമേ യേശുവേ മണാളനേ പ്രദീപമേ കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും സന്തോഷങ്ങൾ തന്റെ മുഖം കണ്ടിടും 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 പ്രിയരെ ഞാൻ കണ്ടിടും അങ്ങനെയുള്ള സന്തോഷങ്ങൾ തന്റെ മുഖം ഓ കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അങ്ങനെയുള്ള സന്തോഷങ്ങൾ തന്റെ മുഖം കണ്ടിടും 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 പ്രിയരെ ഞാൻ കണ്ടിടും അങ്ങനെയുള്ള ഓ കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും നല്ല സന്തോഷങ്ങൾ തന്റെ മുഖം ഓ യേശുവേ മണാളനേ പ്രദീപമേ യേശുവേ മണാളനേ പ്രദീപമേ യേശുവേ മണാളനേ പ്രദീപമേ
ദൈവമേ യേശുവിനാഥനേ പ്രത്യാശയുടെ ദൈവമേ. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൻ്റെ അവസാനവും 10-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭവും. ഒത്നീയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവനവരെ രക്ഷിച്ചു. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. സ്തോത്രം. നിങ്ങൾ 10-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യത്തിൻ്റെ അവസാനവും 10-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭവും പേനയുള്ളവർ ആ പേന എടുത്ത് അടിവരയിടുക. സ്തോത്രം. ഒത്നീയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവനവരെ രക്ഷിച്ചു. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. സ്തോത്രം. ഇവിടെ പ്രാരംഭമായി എന്നെ കേൾക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകം. സ്തോത്രം. പ്രാരംഭമായി എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിനകത്തൊരു ചിന്ത കിടക്കണം. ആത്മീയ ലോകത്തിൻ്റെ അവസ്ഥ ഏകദേശം എൻ്റെ ഓർമ്മയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ അവസാനം എന്നൊക്കെ പറഞ്ഞ തീയ. സ്തോത്രം. അതിനകത്ത് ആരെഴുന്നേറ്റാലും തീ പടരും. ആര് ശുശ്രൂഷിച്ചാലും അവരുടെ വായിൽ നിന്ന് ആമേൻ പൈശാചിക ശക്തികളെ തകർക്കുന്ന ശക്തി വെളിപ്പെടും. സ്തോത്രം. എന്ന അവസ്ഥയൊക്കെ അങ്ങ് മാറി. ആരുടെ കുറ്റമാ? ദേവദാസന്മാരുടെ കുറ്റമാണോ? സ്തോത്രം. സഭയുടെ കുറ്റമാണോ? പരിശുദ്ധാത്മാവിന്റെ കുറ്റമാണോ? യേശുവിന്റെ കുറ്റമാണോ? വളരെ ശാന്തമായി ഹൃദയത്തിൽ തൊട്ടി ചിന്തിക്കണം. നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത്? നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിലൂടെ എന്നതാ നടക്കുന്നത്? സ്തോത്രം. ഒരു പ്രതീക്ഷയില്ലാതെ പാസ്റ്റർ പറഞ്ഞതല്ലേ വന്നില്ലേ എന്നെ വിചാരിക്കും. 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ അവസാനമാണെന്നുള്ള ഒരു വിഷയം നമുക്കില്ല. സ്തോത്രം. പാസ്റ്റർ എന്തെങ്കിലും വിചാരിച്ചാലോ? ഹലോ. ദേവപുസ്തകത്തിന്റെ 17-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 17-ാം അധ്യായം 6-ാം വാക്യം. അക്കാലത്ത് ഇസ്രായേല് അവിടെ രാജാവില്ലായിരുന്നു. അടിവര ഓരോരുത്തനും ബോധിച്ചതുപോലെ നടന്നു. സഭയിൽ ഒരു ബോർഡ് എഴുതി വെക്കണം. എല്ലാ സഭകളിലും ഒരു ബോർഡ് എഴുതി വെക്കണം. ആമേൻ. ഓരോരുത്തനും ബോധിച്ചതുപോലെ നടന്നു. കുഞ്ഞുങ്ങൾ എങ്ങനെയാ നടക്കുന്നേ? ബോധിച്ചതുപോലെ നടക്കുന്നു. യൗവനക്കാരെങ്ങനെയാ നടക്കുന്നേ?
ബോധിച്ചതുപോലെ നടക്കുന്നു. ഓരോ കുടുംബങ്ങളും എങ്ങനെയാ നടക്കുന്നേ? ബോധിച്ചതുപോലെ പോകുന്നു. ശുശ്രൂഷ എങ്ങനെയാ പോകുന്നേ? ബോധിച്ചതുപോലെ പോകുന്നു. എല്ലാം ബോധിച്ചതുപോലെ, ഓരോരുത്തരും ബോധിച്ചതുപോലെ. സ്തോത്രം. ഇപ്പൊ ഇവിടെ ദൈവജനം മനസ്സിലാക്കണം, സഭയുടെ പ്രശ്നം എന്നാ. പണ്ടത്തെ ദൈവസഭയിൽ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ബോധിച്ചതുപോലെയല്ലായിരുന്നു. ഒരു നടത്തിപ്പുണ്ടായിരുന്നു, ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു, ഒരധിപതി ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. വെട്ടിക്കളിക്ക് രാജാവില്ലെങ്കിലും അത് അണിയണിയായി സഞ്ചരിക്കും. എന്നാ കാര്യം എന്നറിയാമോ? അമീ വെട്ടിക്കിളിയെ ഒരു പ്രത്യേക ആകാശത്തെ വായു സമ്മർദ്ദത്തിനകത്ത് അതിനെ ഒരുപോലെ അതിനെ കൊണ്ടുപോകുമെങ്കിൽ ദൈവജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്തോത്രം, നമ്മൾ പലരാണെങ്കിലും തലയൊന്നേ ഉള്ളൂ. സഭയ്ക്ക് ഒരു തലയേ ഉള്ളൂ. സ്തോത്രം. ഒന്നുകൂടെ പറയാം, കിടങ്ങൂര് സഭയുടെയും തല ക്രിസ്തുവാ. സ്തോത്രം. കൊടുങ്ങൂര് സഭയുടെയും തല ക്രിസ്തുവാ. കുമരകത്തെ വേലയുടെയും തല ക്രിസ്തുവാ. മാടപ്പള്ളിയുടെയും വാകത്താനത്തിന്റെയും എറഞ്ഞാലിയും ഏഴാമയിലെയും എല്ലാ ദൈവസഭകളുടെയും തലയെന്ന് പറയുന്നത് ഒന്നാണെങ്കിൽ അതിന്റെ അവയവങ്ങൾക്ക് ഒരു ഒത്തൊരുമ വരാം. തലയൊന്നാണെങ്കിൽ പക്ഷമില്ലാത്ത ഒരു തലയാണെങ്കിൽ ബോധിച്ചതുപോലെ നടക്കത്തില്ല. എന്തുകൊണ്ടാ ബോധിച്ചതുപോലെ നടക്കുന്നത്? സ്തോത്രം. ദൈവജനം പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണേ. സ്തോത്രം. നിങ്ങൾ എങ്ങനെ ആലോചിച്ച് നോക്കി, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ. സ്തോത്രം. ഇവിടെ കിടന്ന് ഞങ്ങൾ ചങ്കം പൊട്ടി കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കാൻ ശ്രമിക്കുക. മാതാപിതാക്കൾക്ക് അതിനകത്ത് ഒരു ഉത്തരവാദിത്വവും ഇല്ല. സഭയിലെ പാസ്റ്റർമാരിൽ പലരും ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടെന്ന് പോലും അറിഞ്ഞിട്ടില്ല. സ്തോത്രം. അവരവർക്ക് ബോധിച്ചതുപോലെ നടക്കുക, മാതാപിതാക്കളെ ബോധിച്ചതുപോലെ വളർത്തുക, ദൈവദാസന്മാര് ബോധിച്ചതുപോലെ അങ്ങ് ശുശ്രൂഷിക്കുക. സഭയും യോഗമൊക്കെ ഭവനം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സഭയെന്ന് പറഞ്ഞാൽ അവിടെ ഭവന പ്രാർത്ഥനയുണ്ട്, അവിടെ ഉപവാസ പ്രാർത്ഥനയുണ്ട്, അവിടെ 7 3 7 3 പറഞ്ഞു കഴിഞ്ഞാൽ 7 പേരുണ്ട് 3 പേരുണ്ടെന്നല്ല. 7 ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട്, 3 ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട്, 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട്. സഭയ്ക്കകത്തെ ആരാധന കാരണം അടുത്തുള്ള പല ജാതീയ ശക്തികൾക്ക്, പല മന്ത്രവാദ ശക്തികൾക്ക് ദേശത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാ കാര്യം? ബോധിച്ചതുപോലെ അല്ല കേട്ടോ, ബോധിച്ചതുപോലെ അല്ല. സഭയ്ക്കൊരടുക്കുണ്ടായിരുന്നു, ഭവന പ്രാർത്ഥനയുടെ അടുക്ക, ഉപവാസ പ്രാർത്ഥനയുടെ അടുക്ക. അതിനകത്ത് കടന്നു വരാൻ ജനമുണ്ടായിരുന്നു, അതിനകത്ത് ഇരിക്കാൻ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതിനകത്ത് ഇരിക്കാൻ മാതാപിതാക്കളുണ്ടായിരുന്നു, അതിനകത്ത് ഇരിക്കാൻ സഹോദരന്മാരുണ്ടായിരുന്നു, അതിനകത്ത് ഇരിക്കാനായിട്ട് അനേകരെ കൊണ്ടുവരുമായിരുന്നു. സ്തോത്രം. ബോധിച്ചതുപോലെ നടക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പം ഓരോന്ന് ബോധിച്ചതുപോലെ നമുക്ക് വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 6 വരെ ഒന്ന് വായിച്ചേ. സ്തോത്രം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 6 വരെ. ആവർത്തന പുസ്തകം 7-ാം അധ്യായം. ശ്രദ്ധിക്കണേ, അവിടെ ദൈവം പറയുകയാ, കുഞ്ഞേ, ഒരു ദേശത്തേക്ക് അയച്ചാൽ അത് കൈവശമാക്കാൻ അയക്കുന്നേ. ഒരു സ്തോത്രം പറ. ബോധിച്ചതുപോലെ അല്ല കേട്ടോ, ബോധിച്ചതുപോലെ അല്ല. ഒരു ദേശത്ത് ദൈവം നമ്മളെ നട്ടാല, ഒരു ദേശത്ത് ദൈവം നമ്മെ ആക്കി വെച്ചാല, ഓർത്തോണോ, ആ ദേശം കൈവശമാക്കാനാ ദൈവം ജനത്തെ അയച്ചത്. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം ചെയ്യുകയാ. ബോധിച്ചതുപോലെ ജീവിക്കാനല്ല, ബോധിച്ചതുപോലെ ജീവിക്കാനല്ല. ഒരിക്കൽ കൂടി പറയാം, ദൈവം ആക്കി വെച്ചത് ദേശം കൈവശമാക്കണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. ആമേൻ. മോളെ എൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചോളൂ വേഗത്തിൽ. 2-ാമത്തെ വാക്യം, 2-ാമത്തെ കാര്യം. ശ്രദ്ധിച്ചേക്കെ. 2-ാമത്
ഓരോ ഉടമ്പടിയും എടുക്കരുത്. എന്നതാ? ഓരോ ഉടമ്പടിയും എടുക്കരുത്. എന്നാ ചെയ്യണം? നിർമൂലമാക്കി കളയണം. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ദേശത്തെ ചില ദുഷ്ട ശക്തികളെ നിർമൂലമാക്കി കളയണം. എഴുന്നേറ്റ് നിൽക്കാൻ സമ്മതിക്കരുത്. എഴുന്നേറ്റ് നിൽക്കാൻ സമ്മതിക്കരുത്. അതാ സഭ, അതാ സഭ. അതാണ് ബോധിച്ചതുപോലെ നടക്കാത്തവർക്ക് കാര്യം മനസ്സിലാകാം. എന്നെ എന്തിനാ ദൈവം അയച്ചത്? കൈവശമാക്കാൻ അയച്ചത്. ചിലതിനെ നിർമൂലമാക്കാൻ, ചില അന്ധകാര ശക്തികളെ, ചില മന്ത്രവാദ ശക്തികളെ, ചില ആവിയാര ശക്തികളെ, ചില പൈശാചിക ശക്തികളെ നിർമൂലമാക്കാൻ, നിർമൂലമാക്കാൻ. ആരുടെ ജോലിയാ? സഭയുടെ ജോലിയാ. സഭയുടെ അംഗങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇത് ആരുടെ ജോലിയാ? മോശയുടെ ജോലിയല്ല, യോശുവയുടെ ജോലിയല്ല. അവൻ സ്വതന്ത്രം അവരുടെയും ജോലിയാ. എന്നാൽ അവരുടെ മാത്രം ജോലിയല്ല. അവൻ ഇസ്രായേലിലെ 12 ഗോത്രത്തിലെയോ അവൻ ഓരോരുത്തരുടെയും ജോലിയാ. കൈവശമാക്കണം. അവൻ അതിനകത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ നിർമൂലമാക്കി കളയണം. അവൻ ഒരാഭിചാര കെട്ട്, ഒരു പൈശാചിക കെട്ട്, ഒരു ദേശാധിപത്യ ശക്തിയോ, ഒരു ഇരപ്പിന്റെ അധികാരവും ദേശത്ത് നിൽക്കാൻ അനുവദിക്കാതെ ചുമ്മാ കൈയടി പോകാനല്ല, ബോധിച്ചതുപോലെ ഒരു സഭായോഗം നടത്താനല്ല, ബോധിച്ചതുപോലെ ആരാധന നടത്താനല്ല, ബോധിച്ചതുപോലെ വന്നു പോകാനല്ല. സഭ എന്ന് പറയുന്നതിന് ലക്ഷ്യമുണ്ട്. ദേശത്തെ കൈവശമാക്കണം. അവൻ സ്വതന്ത്രം ചിലതിനെ നിർമൂലമാക്കണം. അവൻ മനസ്സിലാകുന്നവർക്കായി സ്വതന്ത്രം ഇതൊരു ലേബലല്ല, ഇതൊരു നിയോഗമാണ്. പറയുക സ്വതന്ത്രം. അതിൻ്റെ അടുത്തത് പറയുക, നിർമൂലമാക്കണം. ഒരു ഉടമ്പടിയും ചെയ്യരുത്, ഒരു ഉടമ്പടിയും ചെയ്യരുത്. അവൻ ഒന്നുകൂടെ വിളിച്ച് പറയാം, സഭായോഗം മുടക്കുന്ന ഓരോ ഉടമ്പടിയും ചെയ്യരുതെന്ന. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ആത്മീയ കാര്യങ്ങളെ മുടക്കുന്ന ഓരോ ഉടമ്പടിയും ചെയ്യരുത്. ഇന്ന് നമ്മളിൽ പലരുടെയും പ്രധാന ഉദ്ദേശം ഈ ലോകത്ത് എങ്ങനെ കാര്യങ്ങൾ സാധിക്കാമെന്ന. അതിന് നമ്മുടെ മക്കളെ തള്ളിവിടുക, അതിന് നമ്മുടെ കുടുംബത്തെ തള്ളിവിടുക, അതിന് നമ്മൾ ഓടുക. വേദപുസ്തകം പറയുന്നത് ഓരോ ഉടമ്പടിയും ചെയ്യരുത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. നിന്റെ ആരാധനയെ കളയാൻ, നിന്റെ ഉപവാസത്തെ കളയാൻ, നിന്റെ വിശ്വാസ ജീവിതത്തെ കളയാൻ, നിന്റെ വിശുദ്ധിയെ കളയാൻ പിശാച് ശ്രമിക്കുമ്പോൾ അതിനോട് ഉടമ്പടി ചെയ്തുകൊണ്ട് ആരാധനയ്ക്ക് വരാനല്ല, അതിനോട് ഉടമ്പടി ചെയ്ത് കീഴടങ്ങി ദൈവത്തെ സ്തുതിക്കാനല്ല. ഓരോ ഉടമ്പടിയും ചെയ്യരുത്. ദയവ് ചെയ്ത് എൻ്റെ ഒച്ച കേട്ടിട്ട് നിങ്ങൾ കൈയടിക്കരുത്. അമസ്തോത്രം ഈ പ്രസംഗത്തിനിടയിൽ അമസ്തോത്രം പലരുടെയും കൈയടി ഒച്ച കേട്ടിട്ടാ. ഈ ഒച്ച കേട്ടിട്ട് കൈയടിയിരിക്കരുത്. അമസ്തോത്ര കാര്യം മനസ്സിലാക്കിയിട്ട് ആരാധിക്കണം. അമസ്തോത്ര ദൈവം നമ്മളോട് പറയാ, നിന്റെ മക്കളൊക്കെ ഉടമ്പടി ചെയ്യരുതെന്ന, നിന്റെ കുടുംബത്തെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കരുതെന്ന. അമസ്തോത്രം ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ സഭായോഗത്തിനും നമ്മുടെ ആത്മീയ ജീവിതത്തിനും ദൈവമേൽപ്പിച്ച നിയോഗങ്ങൾക്കും ശുശ്രൂഷകൾക്കും തടസ്സമായി ഉടമ്പടി ായിട്ട് വരുന്ന പലതുകൊണ്ട് അതിനോട് ഉടമ്പടി ചെയ്ത് നിൽക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. കർത്താവ് പറയുക, ഒന്നിനോട് കൃപ കാണിക്കരുത്. മനസ്സിലാകുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. തകർക്കേണ്ടതിനെ തകർക്കുവാൻ, ഉടയ്ക്കേണ്ടതിനെ ഉടയ്ക്കുവാൻ, നിർമൂലമാക്കേണ്ടതിനെ നിർമൂലമാക്കുവാൻ സഭ ശക്തിപ്പെടണം. ഒരിക്കൽ കൂടി വിളിച്ചു പറയാം, അവൻ ദൈവഹിതമല്ലാത്തതിനോട് കൃപ കാണിക്കരുത്. അതിൻ്റെ അടുത്തത് പറയുന്നത്, ഒരു വിവാഹബന്ധത്തിലും ആമേൻ അവിടെ ചെന്നിട്ട് അവരുമായിട്ട് ഒരു വിവാഹബന്ധത്തിനും ഏർപ്പെടരുത്. സ്വതന്ത്രം പറഞ്ഞേ, ഉച്ചതി സ്വതന്ത്രം പറഞ്ഞേ. ഇനി അതിൻ്റെ 5ാമത്തെ വാക്യത്തിൻ്റെ അവസാനം പറയുക, അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ട് കളയണം. സ്വതന്ത്രം പറഞ്ഞേ, ശബ്ദം ഒരു സ്വതന്ത്രം പറഞ്ഞേ. മക്കളെ, ഇതൊക്കെ എന്തിനാണെന്നറിയാവോ? കർത്താവ് ഇത്രയും നിർബന്ധം പറയുന്നത് എന്തിനാണെന്നറിയാവോ? എടാ, ഒറ്റ വെളിച്ചപ്പാടത്തിയാ ശൗലിൻ്റെ തല തകർത്തത്.
മിച്ചവീരുന്ന ഒറ്റ വെളിച്ചപ്പാടെത്തി ശൗലിന്റെ തല തകർത്തുന്ന അഭിഷിക്തന്മാർക്ക് ദൂത് മനസ്സിലാകാം. അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു ദുഷ്ട പിശാചിന്റെ ശക്തി പ്രബലപ്പെട്ടാൽ അതിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്റെ തലമുറയുടെ വരെ വേര് മാന്തിക്കൊണ്ടേ പോകത്തുള്ളൂ. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് നിർമൂലമാക്കണമെന്ന് പറഞ്ഞതിനെ, ഉടമ്പടി ചെയ്യരുതെന്ന് പറഞ്ഞതിനെ, കൃപ കാണിക്കരുതെന്ന് പറഞ്ഞതിനെ, കൃപ കാണിച്ചാൽ നിന്റെ തലയെടുത്തോണ്ടേ പോകത്തുള്ളൂ. നിന്റെ തലമുറയെ മുടിച്ചോണ്ടേ പോകത്തുള്ളൂ. ശുശ്രൂഷകര് ദൂത് മനസ്സിലാക്കണം. ദേശം കൈവശമാക്കണം. വീടിനകത്ത് ഒന്നിനെയും അനുവദിക്കരുത് കേട്ടോ. സ്വതന്ത്രം. മക്കള് ഫേസ്ബുക്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ നോക്കിയിട്ട് അങ്ങ് പോവുക, ബോധിച്ചതുപോലെ നടക്കുക. അമ്മ അപ്പുറത്തോട്ട് മാറി വേറൊരുന്നുണ്ട് ഫേസ്ബുക്കിന്, അമ്മ വാട്സപ്പിനകത്ത് അമ്മ തോണ്ടിക്കൊണ്ടുപോയിരിക്കുക. അമ്മ സ്വതന്ത്രം അപ്പുറത്ത് മാറി അച്ചായനിരുന്നുണ്ട് യൂട്യൂബിനകത്ത് കണ്ടുകൊണ്ടുപോയിരിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് സഭായോഗത്തിന് വരിക. എല്ലാത്തിനോടും ഉടമ്പടി ചെയ്തേച്ച, എല്ലാത്തിനോടും കരുണ കാണിച്ചിട്ട് ഒന്നിനെയും തകർക്കാതെ ബോധിച്ചതുപോലെയുള്ള ആരാധന, ബോധിച്ചതുപോലെയുള്ള പ്രവർത്തനം, ബോധിച്ചതുപോലെയുള്ള ജീവിതം. അമ്മ പരിണതഫലം എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ശബ്ദം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഉച്ചത്തിൽ സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അപ്പൊ സ്തോത്രം തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ നീ ചെയ്യേണ്ട ചിലതുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ദൈവസഭയിലെ ദൈവദാസന്മാരോട് പറയാം, ചെയ്യേണ്ട ചിലതുണ്ട്. ദൈവസഭയ്ക്ക് ചെയ്യേണ്ട ചിലതുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഒരു യോഗത്തിന്റെ ഉദ്ദേശം എന്നാണെന്നറിയാമോ? ഇതിനകത്ത് ചില ഒന്നിയലുമാരെ ദൈവത്തിന് വേണം. ഇതിനകത്ത് ചില ഒന്നിയലുമാരെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാനുണ്ട്. എന്നാ കാര്യം? ദൈവത്തിന്റെ കോപമാണ് ഇന്ന് ദൈവസഭയിലെ പല കുടുംബങ്ങളിൽ, പല കുഞ്ഞുങ്ങളിലും പലരിലും വ്യാപരിക്കുന്നത്. ദൈവത്തിന്റെ കോപമാ. ചിലതിനോട് ഉടമ്പടി ചെയ്തു, ചിലതിനെ നിർമൂലമാക്കാതെയോ ചിലതിനെയൊക്കെ വെച്ചു വാഴിച്ചു വ്യാപരിച്ചതിന്റെ പോരാട്ടം വീടിന്റെ അകത്തളങ്ങളിൽ, കുടുംബാന്തരീക്ഷത്തിനകത്ത്, ശുശ്രൂഷകളിൽ വ്യാപരിക്കുമ്പോൾ ഏഴാം അധ്യായം 4-ാം വാക്യം നിങ്ങൾ എടുക്കണ്ട. ആ വാക്യം പുസ്തകത്തിൽ തന്നെയുണ്ട്, ആവർത്തന പുസ്തകത്തിനകത്ത്. 7-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുക, നിങ്ങൾ ഇത് അത്ര കാര്യമാക്കി ഒന്നും എടുത്തില്ലെങ്കിൽ ആമേൻ സ്തോത്രം, എൻ്റെ കോപം നിങ്ങളുടെ മേൽ വരും. സ്തോത്രം പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടി ഞാൻ ദൈവസഭയെ നോക്കി വിളിച്ചു പറയാം, സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സഭയ്ക്കെതിരെ പോരാടുന്നത്, സഭയ്ക്കെതിരെ നിന്ന് എതിരാളിയായി നിൽക്കുന്നത് മന്ത്രവാദമല്ല, ദൈവം തന്നെയാ. ഒരിക്കൽ കൂടി ഞാൻ ദൈവസഭയെ നോക്കി വിളിച്ചു പറയാം, പല കുടുംബങ്ങളോട് എതിരായി നിന്ന് പോരാടുന്നത് ഒരു പൈശാചിക ശക്തിയുമല്ല, ദൈവം തന്നെയാ. എന്നാ കാര്യം? നിന്നെ അയച്ചത് ദേശം കൈവശമാക്കാനാ. നിന്നെ അയച്ചത് അവിടെ ഒന്നിനെ നിർമൂലമാക്കാതെ വിടരുതെന്ന് പറഞ്ഞ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഒന്നിനോടും ഉടമ്പടി ചെയ്യരുതെന്ന് പറഞ്ഞ, ഒന്നിനോട് കൃപ കാണിക്കരുതെന്ന് പറഞ്ഞ, ഇതിനകത്ത് ഒരു ദയയുമില്ല കേട്ടോ. ഇതിനകത്ത് ഒരു കരുണയുമില്ല. ആത്മീയ യുദ്ധത്തിനകത്ത് കരുണയില്ല. സ്തോത്രം. ഇനി നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം, 1-ാമത്തെ അധ്യായം ഞാൻ തന്നെ വായിച്ചു പോകാം. 19-ാമത്തെ വാക്യത്തിൽ, 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ യഹൂദയുടെ ചരിത്രം പറയുക. ആമേൻ. യഹൂദ എന്നാ ചെയ്തേ? അവരെ ആരെയും നീക്കിക്കളഞ്ഞില്ല. 21-ാമത്തെ വാക്യം, ബെന്യാമിൻ മക്കള് യെബൂസ്യരെ നീക്കിക്കളഞ്ഞില്ല. 22-ാമത്തെ വാക്യം, യോസഫിന്റെ കുടുംബം. അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ സകല കുടുംബത്തെയും വിട്ടയച്ച് കളഞ്ഞു. 27-ാമത്തെ വാക്യം, മനശ്ശെ അവരെ നീക്കിക്കളഞ്ഞില്ല. 28-ാമത്തെ വാക്യം, കനാന്യരെ മുഴുവൻ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിച്ചു. 29-ാമത്തെ വാക്യം, എഫ്രൈം കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. 30 സെബൂലൂൻ ആമേൻ അവരെ നീക്കിക്കളഞ്ഞില്ല. ആശേർ അതിൻ്റെ അടുത്ത് 31-ാമത്തെ വാക്യത്തിൽ നീക്കിക്കളഞ്ഞില്ല. 33-ാമത്തെ വാക്യത്തിൽ നഫ്താലി നീക്കിക്കളഞ്ഞില്ല. 34-ാമത്തെ വാക്യത്തിൽ ആമേൻ അവരെ ദാൻ മുതലുള്ള സ്ഥലങ്ങളിൽ ആമേൻ അവരെ വാഴാൻ അവർക്ക് നിൽക്കാൻ പറ്റാതെ ഓടിപ്പോയി. എന്നാ ഞാൻ പറഞ്ഞേ? ഞാൻ എന്നാ പറഞ്ഞേ? കുഞ്ഞ ഇത്രയും വാക്യം വായിച്ച എന്തിനാ?
ഇത്രയും വാക്യം എന്തിനാ വായിച്ച ഒരു ദൂത് പറയാനാ. നിന്റെ വീടിനോട് തമ്പുരാൻ ചിലത് നീക്കിക്കളയാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയെ പാർക്കാനല്ല നിന്നെ വിളിച്ചത്. ചില മന്ത്രവാദ ശക്തികളുടെ ഇടയെ പാർക്കാനല്ല, ചില ആഭിചാര ശക്തികളുടെ ഇടയെ പാർക്കാനല്ല, ചില പൈശാചിക വ്യാപാരങ്ങളെ ഇടയെ പാർക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഇതിനകത്തിരിക്കുന്ന ഓരോ ഗോത്രങ്ങളോടും പറയാം, ഓരോ ഗോത്രങ്ങളും കേട്ടോണോ, ഓരോ ഗോത്രത്തിലെയും അവൻ കുഞ്ഞുങ്ങളോട് പറയാം, അവൻ ദൈവം വിളിച്ച എന്തിനാണെന്നറിയാമോ? ദേശം കൈവശമാക്കണം, അതിനെ നീക്കിക്കളയണം. ഒന്നിനോടും ഒരു ഉടമ്പടി വെക്കരുത്, കരുണ കാണിക്കരുത്, കൃപ കാണിക്കരുത്, അതിനെ തകർത്ത് കളയണം, നിർമൂലമാക്കണം. അതിന്റെ ഇടയെ പാർത്താനല്ല. സ്വത്രം എന്നതാ നമ്മൾ വിചാരിച്ചത് സഭായോഗത്തിന് വരിക എന്ന് പറയാൻ ചുമ്മാ വന്നിച്ച് പോവാന്നാണ് വിചാരിച്ചേ. നമ്മൾ വിചാരിച്ചതാ യോഗം എന്ന് പറഞ്ഞാൽ ഒരു കയ്യടിയും ഒരു പാട്ടും ഒരു പ്രസംഗവും ഒരു കുറെ പ്രബോധനങ്ങളും സ്വോത്രകാഴ്ച ഇതാണെന്നാണോ യോഗം എന്ന് വിചാരിച്ചത്? കുഞ്ഞെ, ഇതല്ല യോഗം കേട്ടോ. ഇതൊരു യുദ്ധസ്ഥലമാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്ര. പടചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ യുദ്ധത്തിനിറങ്ങിയവരാ ദൈവമക്കളാ. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്ര. ദേശം പിടിച്ചടക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞപ്പോ യോസഫേ, മനശ്ശെ, ഗാദേ, അശേരെ, സെബൂലൂനെ, നഫ്താലി, എഫ്രയീമേ, ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണോ? ചിലതിനോടൊക്കെ പടവെട്ടണം, ചിലതിനോടൊക്കെ പോരാടണം, ചിലതിനോടൊക്കെ വെല്ലുവിളിക്കണം. ഒന്നിനോടും കരുണ കാണിക്കരുത്. നിങ്ങൾ ദൈവമക്കളെ ശരിക്കും വായിക്കണേ. ഇന്ന് നമ്മുടെ ഇടയിലും നടക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പൊ അവരെ എല്ലാം വെച്ചോണ്ട് അതിന്റെ ഇടയിൽ അങ്ങ് പാർക്കുക. എതിരെ വരുന്ന അമ്പലത്തിന്റെ ശക്തി അങ്ങ് നിൽക്കുക, എതിരെ വെക്കുന്ന പള്ളി ശക്തി അങ്ങ് നിൽക്കുക. നമ്മളിങ്ങനെ വന്നിട്ട് ഒരു സങ്കീർത്തനവും വായിച്ച്, ഒരു പ്രബോധനവും പറഞ്ഞു, ഒരു സാക്ഷ്യവും പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിച്ചും, പിന്നെ പാശയ്ക്ക് വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പാട്ട് പാടുമ്പോൾ ഒന്ന് കൈയടിച്ചും, ഓരോരുത്തനും ബോധിച്ചതുപോലെ നടന്നു. ഒരു രാജാവില്ല, തലയില്ല, തലയ്ക്കകത്തോട്ട് കാര്യം കയറുന്നില്ല. അപ്പം നശിച്ചാലെന്നാ, അമ്മ നശിച്ചാലെന്നാ, വീട് മുടിഞ്ഞാലെന്നാ, സഭ നശിച്ചാലെന്നാ, ഭാര്യ പട്ടാലെന്നാ, ഭർത്താവ് പട്ടാലെന്നാ, സഭയിലെ വിശ്വാസികൾ പോയാലെന്നാ, സഭയ്ക്കകത്ത് രോഗങ്ങൾ കൂടിയാലെന്നാ, സഭയ്ക്കകത്ത് വരുന്നവർ മുടിഞ്ഞാലെന്നാ. ഓരോരുത്തരും ബോധിച്ചതുപോലെ നടന്നു. വിളിച്ചിറക്കിയത് എന്തിനാ? ലക്ഷ്യം എന്നതാ? മനസ്സ് പറ, ഗാദ് പറ, ആശേർ പറ, സെബൂലൻ പറ, നഫ്താലി പറ, യഹൂദ പറ. വിളിച്ചിറക്കിയത് എന്തിനാ? വിളിച്ചിറക്കിയത് എന്തിനാ? പൊരിച്ച കോഴി തിന്നാനാണോ? വിളിച്ചിറക്കിയത് എന്തിനാ? ചപ്പാത്തി തിന്നാനാണോ? വിളിച്ചിറക്കിയത് എന്തിനാ? പുതിയ ഫോൺ മേടിക്കാനാണോ? വിളിച്ചിറക്കിയത് എന്തിനാ? ഒരു വലിയ വീട് വെക്കാനാണോ? വിളിച്ചിറക്കിയത് ദേശം കൈവശമാക്കാൻ, വിളിച്ചിറക്കിയത് ദേശം കൈവശമാക്കാൻ, ജനത്തെ വെടിവെച്ചെടുക്കാൻ, ആത്മാക്കളെ വെടിവെച്ചെടുക്കാൻ, അന്ധകാര കോട്ടകളെ തകർക്കാൻ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഒരു ചർച്ചിന് വേണ്ടി മാത്രം 1,00,000 രൂപയോളം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഞാൻ മുടക്കിയിട്ടുണ്ട്. ഞാനല്ല, ദൈവം തന്നതാ. 1,00,000 രൂപ കണക്കുണ്ട്. സ്വത്രം. ഇതിനകത്തിരിക്കുന്ന ഏത് സഭക്കാരോടും ചോദിച്ചാൽ പറയും. ആമേൻ. ചുമ്മാ
ജോർജ് ഭാഷയൊക്കെ ചുമ്മാ പോയി ആരാധിക്കുമ്പം ആമേൻ അതിൽ കെട്ടിടത്തിന്റെ വിലയൊന്ന് ഓർക്കണം. ചുമ്മാ ഉണ്ടായതല്ല ആരാധനാ സ്ഥലം, വില കെട്ടി വെച്ചതാ. സ്തോത്രം. മനസ്സിലാവുന്നവർക്ക് സ്തോത്രം. 50,000 രൂപയിൽ കുറഞ്ഞത് ഓരോ സഭയ്ക്കും വേണ്ടി മുടക്കുന്നുണ്ട്. എന്തിനാ? ലക്ഷ്യമെന്നാ? ദേശം പിടിച്ചടക്കണം, ദേശം പിടിച്ചടക്കണം, ജനങ്ങളെ വിടുവിച്ചെടുക്കണം, ആത്മാക്കളെ വിടുവിച്ചെടുക്കണം, കുടുംബങ്ങൾ മോചിക്കപ്പെടണം, നമ്മുടെ സഭയിൽ വരുന്നവർ അനുഗ്രഹിക്കപ്പെടണം. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം ചെയ്യുകയാ. ഇന്ന് പകൽ സഭ ഉണരണം, നമ്മുടെ കുടുംബങ്ങൾ ഉണരണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണരണം, നമ്മുടെ യൗവനക്കാർ ഉണരണം. എന്തിനാ? കൈവശമാക്കാൻ. സഭയുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കണം. സഭയുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കണം, ഗൗരവം മനസ്സിലാക്കണം. സ്തോത്രം. ദൈവമക്കളെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരെന്നാ ചെയ്തതെന്നറിയാമോ? ഇവര് ചെന്ന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പാർത്തു. 3-ാമത്തെ അധ്യായമാണ്. ഇസ്രായേൽ മക്കളുടെ ഈ ഇടയിൽ പാർത്തു. അടുത്തത് പുത്രന്മാർക്കും പുത്രിമാർക്കും അവരുടെ ഇടയിൽ നിന്ന് ഭർത്താക്കന്മാരെ എടുത്തു. അതിൻ്റെ അടുത്തത് ഞാൻ വായിക്കുന്ന 5, 6, 7 വാക്യവാ. അവിടെ ദേവന്മാരെ സേവിക്കാൻ തുടങ്ങി. അമ്മേ സ്തോത്രം. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന് അനിഷ്ടമുള്ളത് ചെയ്തു. ഒരു സ്തോത്രം പറഞ്ഞേ, ശബ്ദം ഒരു സ്തോത്രം പറഞ്ഞേ, ശബ്ദം ഒരു സ്തോത്രം പറഞ്ഞേ. ഇടയിൽ പാർത്തു. അമ്മ സ്തോത്രം. ഇന്ന് അമ്മ പലരും അമ്മ മനസ്സിലാകുന്നതിനായി സ്തോത്രം ചെയ്യുകയാ. അമ്മ സ്തോത്രം. ഇങ്ങനെ ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുക. ലോകവുമായിട്ടുള്ള ചെങ്ങാത്തത്തിൽ സഭയായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടം. ആരാ ഉണരേണ്ടത്? അമ്മ സ്തോത്രം. ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവരാണ് ഉണരണം. ചില ഒന്നിയലുമാരെ ദൈവം ഇതിനകത്തുനിന്ന് ഒരു രക്ഷകനായിട്ട് ഈ തലമുറയിൽ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാ. മതി ഇങ്ങനെ കാലം പോയത്, മതി ഇങ്ങനെ ജീവിച്ചത്, മതി ഇതുപോലെ സഞ്ചരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒന്നിയേലും ആരെഴുന്നേക്കണം. എന്താണ് സഭ എന്ന ഗൗരവം മനസ്സിലാക്കി ചില ഒന്നിയേലും ആരെഴുന്നേക്കണം. എന്താണ് നിയോഗം മനസ്സിലാക്കി എഴുന്നേക്കണം. എന്തിനാ വിളിച്ചത് മനസ്സിലാക്കി എഴുന്നേക്കണം. നിന്റെ സഹോദരൻ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോ, നിന്റെ കുടുംബത്തിനകത്ത് ചിലർ പിശാച് പിടിച്ചിരിക്കുന്നത് കാണുമ്പോ, അപ്പൊ സ്വതന്ത്രം നിന്റെ കുടുംബത്തിനകത്ത് ചില അന്യായം നടക്കുന്നത് കാണുമ്പോ ഒന്നിയാലും എഴുന്നേക്കണം. അല്ലേ സ്വതന്ത്ര? ആരാ എഴുന്നേക്കണ്ടേ? ആരാ എഴുന്നേക്കണ്ടേ? സ്വന്തം ചങ്ക കൈവച്ചു പറയണം, ഞാൻ എഴുന്നേറ്റാലേ നടക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ സ്തോത്രം. ഞാൻ എഴുന്നേറ്റാലേ നടക്കത്തുള്ളൂ. എന്നാ കാര്യം? എൻ്റെ കുടുംബത്തിൽ ചില അന്യായങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ അച്ഛനെ പിശാച് പിടിച്ചു വെച്ചിരിക്കുകയാ. എൻ്റെ അമ്മയുടെ നന്മ പിശാച് അടച്ചിരിക്കുകയാ. എൻ്റെ അമ്മയെ പിശാച് പിടിച്ചു വെച്ചിരിക്കുകയാ. എൻ്റെ ഭർത്താവിനെ പിശാച് പിടിച്ചു വെച്ചിരിക്കുകയാ. എൻ്റെ ഭാര്യയെ പിശാച് പിടിച്ചു വെച്ചിരിക്കുകയാ. അതിൻ്റെ ശക്തികളിനകത്ത് നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞത് കൈവശമാക്കാനാ. എന്നോട് പറഞ്ഞ എൻ്റെ തലമുറയെ കൈവശമാക്കാനാ. എന്നോട് പറഞ്ഞ എൻ്റെ കുടുംബം കൈവശമാക്കാനാ. എന്നോട് പറഞ്ഞത് എൻ്റെ ദേശം കൈവശമാക്കാനാ. വാഗ്ദത്തം എൻ്റെ മേലുണ്ട്, വാഗ്ദത്തം എൻ്റെ മേലുണ്ട്. ദൈവ കൽപ്പന എന്നോടുണ്ട്, ദൈവത്തിന്റെ കമാൻഡ്മെന്റ് എന്നോടുണ്ട്. വ്യവഹാരബന്ധന ശംഭമാനികൾക്ക് മനകതിരുസി. ക്ഷീണിച്ച കയ്യടിയൊന്നും വേണ്ട. ക്ഷീണിച്ച കയ്യടിയൊക്കെ അങ്ങ് പുറത്ത്. കയ്യടിക്കുകയാണെങ്കിൽ നന്നായിട്ട് കയ്യടിക്കാൻ പറ്റത്തില്ലെങ്കിൽ കയ്യടിക്കണ്ട. ശംഭമാനികൾക്ക് വരകതിരുസി അടകര ബലപൗടി വികാതര് സന്തന്. ആമേ സ്തോത്രം. സ്തോത്രം. ഹലോ. ഓരോരുത്തരും അവനവനെ ബോധിച്ചതുപോലെ നടക്കുന്നതിൻ്റെ ഇടയിൽ ആമേൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്.
പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാ. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. നിങ്ങളുടെ സഭയിൽ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ഒരു വലിയ മാറ്റത്തിന്റെ സമയം ഈ ദിവസങ്ങളിൽ അവൻ ദൈവസഭയിൽ വരാൻ പോവുകയാ. ശുശ്രൂഷകരിൽ വരാൻ പോവുകയാ. അവൻ ദൈവജനത്തിന്റെ മേൽ വരാൻ പോവുകയാ. ഒരു വലിയ മാറ്റം അവൻ ഈ കാലഘട്ടം കാണാൻ പോവുകയാ. ദൈവം ഒത്നിയേലിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ച ദൈവം ഒത്നിയേലിനെ സ്വതന്ത്രം. ഈ പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്നറിയാമോ? ഈ പ്രശ്നങ്ങൾ വരുന്നത് ദൈവം അനുവദിച്ചിട്ടാ. അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയ 1-ാമത്തെ വാക്യം, ഇസ്രയേലിനെയൊക്കെയും എന്തിനാ കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേൽ മക്കളുടെ തലമുറയെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി 2 കാര്യം. ദൈവം എന്തിനാ ഈ ഇട കൊണ്ടി പാർപ്പിക്കുന്നേ? അല്ലേ, ദൈവം എന്തിനാ ഈ ഇട കൊണ്ടി പാർപ്പിക്കുന്നേ? ദൈവമക്കളോട് പറയാം, നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേലും ഓരോ ദൈവവൈദ്യലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലൂടെയും പോകുന്നതിന് കാരണം ദൈവം നമ്മുടെ വളർച്ചയെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഒന്ന് ദൈവം പരീക്ഷിക്കാൻ കൊണ്ടിട്ടിരിക്കുക. സ്തോത്രം. പരീക്ഷിക്കാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തമ്പുരാൻ അവിടെ ആമേൻ നമ്മളെ വിശ്വാസിയാണെന്നൊന്ന് പ്രൂവ് ചെയ്യണം. വേണേ നിനക്ക് ഇട കലരാം, വേണേ നിനക്ക് കൃപ കാണിക്കാം, വേണേ നിനക്ക് അതിനെ വെച്ചോണ്ടിരിക്കാം, വേണേ നിനക്കത് മുടിക്കാതെ അതിനെ കൈ പിടിച്ചോണ്ട് നടക്കാം. പക്ഷെ വിശ്വാസിയാണോ എന്നറിയാൻ പ്രൂവ് ചെയ്യിക്കാനാ ചിലതിനെ ദൈവം വെച്ചിരിക്കുന്നത്. നിന്റെ വീടിനകത്ത് ഒരു അന്ധകാര ശക്തി ഉണ്ടെങ്കിൽ അമസ്തോത്രം, അതിൻ്റെ കാരണം എന്നറിയാമോ? ആ കാരണം വേറൊന്നുമില്ല, നീ ഒരു വിശ്വാസിയാണോ? നീ അതുമായിട്ട് ഇങ്ങനെ താലോലിച്ച് നടക്കുക? അതോ കനാന്യ സ്ത്രീയെ പോലെ എൻ്റെ കൊച്ചുമകളുടെ ദേഹത്തൊരു ഭൂതോപദ്രവം ഉണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കലോട്ട് വന്നിട്ട് ദൈവമേ അതിനെ മാറ്റിയേ പറ്റത്തുള്ളൂ. ആമസ്തോത്രം, വിശ്വാസികൾക്കായി സ്തോത്രം ചെയ്യുകയാ. നിന്റെ വീട് പിശാചിൻ്റെ പോലെയാകാനുള്ളതല്ല, നിന്റെ ശരീരം രോഗാത്മാവ് നിറയാനുള്ളതല്ല, നിന്റെ പോക്കറ്റ് കാലിയാകാനുള്ളതല്ല, നിന്റെ കുടുംബം തകരാനുള്ളതല്ല, നിന്റെ നന്മകൾ പിശാചിനുള്ളതല്ല. വിശ്വാസിയാണോ? പ്രൂവ് ചെയ്യാ, പ്രൂവ് ചെയ്യാ. പ്രൂവ് ചെയ്യാ. സഹോദര, നമ്മളിന്ന് ഇത് ദൈവമക്കൾ മനസ്സിലാക്കണേ. നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ ദൈവം ഇടുന്നതാ. എന്തിനാ ഇടുന്നതെന്നറിയാമോ? അവിടെ വെച്ചറിയാം നീ ഉടമ്പടി ചെയ്യുമെന്ന്, അവിടെ വെച്ചറിയാം നീ ആ ശക്തിക്ക് കൃപ കാണിക്കുമെന്ന്, അവിടെ വെച്ചറിയാം നീ ആ ശക്തിയെ നിർമൂലമാക്കാതെ വെച്ചോണ്ടിരിക്കുമെന്ന്. അതേസമയം ഒരു ശരിയായ ദൈവവൈദ്യരാണെങ്കിൽ അവൻ പ്രൂവ് ചെയ്യും. ദൈവം പരീക്ഷിക്കുമ്പോൾ പ്രൂവ് ചെയ്യും. ഇല്ല കേട്ടോ, ഇതെന്നോട് ചേരുന്ന സ്വഭാവമല്ല, ഇതെന്നോട് ചേരുന്ന ശീലമല്ല, എൻ്റെ വീടിനകത്ത് ഇത് നടക്കത്തില്ല. അവസ്ഥ മനസ്സിലാക്കി ഉപവസിക്കുന്നവർക്കായി സ്തോത്രം, മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം, മനസ്സിലാക്കി ആത്മീയ പോരാട്ടം നടത്തുന്നവർക്കായി സ്തോത്രം, മനസ്സിലാക്കി യുദ്ധം ചെയ്യുന്നവർക്കായി സ്തോത്രം. അടകൾക്കമ്മൻ ഒന്നിയേലുമാരുണ്ടെങ്കിൽ ആരാധിച്ചു, ഒന്നിയേലുമാർ ഇതിനകത്തുണ്ടെങ്കിലോ ആരാധിച്ചു. നിന്റെ സമയം വരാൻ പോവുകയാ, നിന്റെ സമയം വരാൻ പോവുകയാ. ഒന്നിയേലുമാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാ, രക്ഷകനായി എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. നിന്റെ കുടുംബത്തിന്റെ രക്ഷകനായി, സഭയുടെ രക്ഷകനായി, ദേശത്തെ രക്ഷകനായി ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ഈ ദൂത് കേട്ടിട്ട് ഒരനക്കം ഉണ്ടായില്ലെങ്കിൽ അടുത്ത വർഷം വരുമ്പോഴും ആ 4 കുടുംബമായിട്ടിരിക്കും. ചിലപ്പോൾ ആ 4 ഒരെണ്ണം പോയെന്ന് വരുള്ളൂ.
ഈ ദൂത് കേട്ടിട്ട് ഒരനക്കവും വന്നില്ലെങ്കിൽ അടുത്ത വർഷവും നിന്റെ വീടിനകത്തെ ആ പിശാച് വിട്ടുമാറാതെ തലമുറയെ ബന്ധിച്ചും കുടുംബത്തെ ബന്ധിച്ചും അവസ്ഥ അവിടെ കിടക്കും. ഈ ദൂത് കേട്ടിട്ട് നിനക്ക് ഒരു ചലനവും വരുന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തു നീ ഒറ്റയ്ക്കിരുന്ന് നെടുവിൽപ്പെട്ട അമിസ്വ വേദനിച്ച മറ്റു പലരെയും കുറ്റം പറഞ്ഞ അമിസ്വ നീ എന്തോ ഈ കാലം തള്ളി നിൽക്കാം. നിന്നെ പരീക്ഷിക്കാനാ ദൈവം ഇത് വെച്ചിരിക്കുന്നത്. നിന്നെ പ്രോവേൽപ്പിക്കാനാ ദൈവം ഇത് വെച്ചിരിക്കുന്നത്. എന്തിയാ കൊച്ചുമക്കളാ, എന്തിയാ മക്കളുമാരാ? സ്തോത്രം. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. എന്തിയാ സഹോദരങ്ങളാ, എന്തിയാ കുടുംബത്തിനകത്തെ ചില അംഗങ്ങളാ? എന്നെ വിളിച്ചിരിക്കുന്നത് കൈവശമാക്കാനാ. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. ഞങ്ങളെ അയച്ചത് കൈവശമാക്കാനാ. ദൈവം ഞങ്ങളെ അയച്ചത് കൈവശമാക്കാനാ. പരാജയപ്പെട്ട് പുറകോട്ട് പോകാനല്ല. ഞാൻ എൻ്റെ കൊച്ചുമക്കളെ നേടും, ഞാൻ എൻ്റെ ഭാര്യയെ നേടും, ഞാൻ എൻ്റെ ഭർത്താവിനെ നേടും, ഞാൻ എൻ്റെ മക്കളെ നേടും, ഞാൻ എൻ്റെ സഹോദരങ്ങളെ നേടും, ഞാൻ ദേശം നേടും. ഞാൻ ഒന്നിനോടും ഉടമ്പടി ചെയ്യത്തില്ല. രണ്ടാമത്തെ കാര്യം, യുദ്ധം അറിഞ്ഞിട്ടില്ലാത്തവരെ യുദ്ധം അഭ്യസിപ്പിക്കാൻ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ശബ്ദ സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഉച്ചതി സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇന്ന് തമ്പുരാൻ ഇവിടെ ഈ തലമുറയിൽ ചിലരെ യുദ്ധം അഭ്യസിപ്പിക്കാൻ പോവുക. സ്വതന്ത്രം. എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് പ്രിയ അമ്മല് ഈ ശുശ്രൂഷകന്മാരുടെ കസേരയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. സ്വതന്ത്രം. ഒന്നുമില്ലല്ലോ, ഇളമ്പള്ളിയിൽ ശുശ്രൂഷിച്ചതിൻ്റെ ഒരു സന്തോഷമായിട്ട് എനിക്ക് അതും കാണാൻ പറ്റി. സ്വതന്ത്രം. നമ്മുടെ തെള്ളകത്ത് ശുശ്രൂഷിച്ചതിൻ്റെ മറുപടി അങ്ങേയറ്റത്തിരിപ്പുണ്ട്. അവിടെ അനേക ദൈവദാസന്മാർ വേറെയും എഴുന്നേച്ചിട്ടുണ്ട്. അവസ്ഥ എനിക്ക് സന്തോഷമുണ്ട്. അവസ്ഥ നമ്മളെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? രക്ഷകരായിട്ടാ. തൂതു മനസ്സിലാവുന്ന സ്തോത്രം. യേശു ആകത്തുള്ളവരെ രക്ഷകരാ, യേശു ആകത്തുള്ളവരെ രക്ഷകരാ, ആത്മാവകത്തുള്ളവരെ രക്ഷകരാ, വാഗ്ദത്തമാകത്തുള്ളവരെ രക്ഷകരാ. യു ആർ നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് സേവ് ചെയ്യാനാ, സേവദേശ് രക്ഷിക്കാനാ. സ്തോത്രം പറഞ്ഞേ, ശബ്ദം ഒരു സ്തോത്രം പറഞ്ഞേ. ആമേൻ. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ഒത്നിയേലിനെ കുറിച്ച് 2 പദം പറഞ്ഞിട്ട് വേഗം നിർത്താം. മക്കളെ, ഒത്നിയേൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സിംഹം. സ്തോത്രം. അടുത്തിരിക്കുന്ന കൈക്ക് പിടിച്ച് കുലിക്കിട്ട് പറ, ദൈവത്തിൻ്റെ സിംഹമാ, ദൈവത്തിൻ്റെ സിംഹമാ. സ്തോത്രം. ദൈവത്തിൻ്റെ സിംഹമാ. ഉടമാനകന്ധന ശന്തന പക്ഷേ കൈക്ക് തന്നേ. സ്തോത്രം. ദൈവത്തിൻ്റെ സിംഹമാ കേട്ടോ. നമ്മളെ പറഞ്ഞായിരുന്നോ? ആരാന്നാ പറഞ്ഞേ? ദൈവത്തിൻ്റെ സിംഹമാ. സ്തോത്രം. ചിലരെ രക്ഷിക്കാനായി ദൈവം കണ്ട സിംഹങ്ങളാ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ചില അന്യായ ശക്തികളെ കടിച്ചു തീരാൻ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്ന സിംഹങ്ങളാ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. ചില അന്യായ ശക്തികളെ, ചില അന്ധകാര ശക്തികളെ, ചില ഇരുട്ടിൻ്റെ ശക്തികളെ ജനത്തെ നെടുവേർപ്പെടുത്തുന്ന ഇവിടെ എഴുതിയിരിക്കുകയാണ്. ദൈവം അവരെ ഇസ്രായേൽ ജനത്തെ എന്നാ ചെയ്തു? കൂശൻ റിഷാദായിക്ക് വിറ്റുകളഞ്ഞു. സ്തോത്രം. കൂശൻ റിഷാദായി എന്ന് പറയുന്ന ഒരു ജാതീയ രാജാവിൻ്റെ കയ്യിലോട്ട് 8 സംവത്സരത്തേക്ക് ഇസ്രായേൽ ജനത്തെ വിറ്റുകളഞ്ഞു. ഹലോ, കേൾക്കണേ, ശ്രദ്ധിച്ചേക്കണേ. ദൈവത്തെ കോപിപ്പിച്ചാൽ ചില വർഷങ്ങൾ പറഞ്ഞ് ദൈവം പിശാചിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കും. കളിയല്ല ക്രിസ്തീയ ജീവിതം. ശ്രദ്ധിച്ചേക്ക, ഇതൊരു തമാശയല്ല കേട്ടോ, ഇത് തീക്കളിയാ. ഞാൻ ഒരിക്കൽ കൂടി പറയാം, പാപം സന്തോഷകരമായി അവസാനിക്കത്തില്ല. പ്രാർത്ഥിക്കാതിരിക്കുന്നതും പാപമാ. ഏൽപ്പിച്ച താലന്ത് വർദ്ധിപ്പിക്കാതിരിക്കുന്നതും പാപമാ.
മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അത് വ്യാപാരം ചെയ്യാതിരിക്കുന്നതും പാപമാ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. പാപം സന്തോഷത്തിൽ അവസാനിപ്പിക്കത്തില്ല. ഉദാസീനതയോടെ ദൈവത്തിന്റെ വേല ചെയ്യുന്നതും പാപമാ. ദൈവത്തെ ആരാധിക്കുന്നവര് എങ്ങനെ ആരാധിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, ബോധിച്ചതുപോലെ നടക്കാനല്ല, പ്രമാണപ്രകാരം ജീവിക്കണം. പാപം സന്തോഷത്തിൽ അവസാനിക്കത്തില്ല. ഒരു പാപവും സന്തോഷത്തിൽ അവസാനിക്കത്തില്ല. അപസ്തോലൻ ഇന്ന് പകൽക്കാലം ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അപസ്തോലൻ മക്കളുമാരെ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കെണിയാകരുത്. അപസ്തോലൻ വിളിച്ചു പറയട്ടെ, മാതാപിതാക്കളെ ഞാൻ വിളിച്ചു പറയട്ടെ, മക്കളുമാർക്ക് കെണിയാകരുത്. ഭാര്യമാരെ വിളിച്ചു പറയട്ടെ, ഭർത്താക്കന്മാർക്ക് കെണിയാകരുത്. ഭർത്താക്കന്മാരെ വിളിച്ചു പറയട്ടെ, ഭാര്യമാർക്ക് കെണിയാകരുത്. ഒരു പാപവും സന്തോഷത്തിൽ അവസാനിക്കത്തില്ല. തമ്പുരാൻ വർഷം പറഞ്ഞ വിറ്റ് കളഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് തമാശ. പിന്നെ അമ്മ സ്വതന്ത്രം എത്ര കോരിയിട്ടും ഒന്നും കിട്ടുന്നില്ല, എന്നാ ജോലി ചെയ്തിട്ടും നന്മ പ്രാപിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് കയറാൻ പറ്റുന്നില്ല, ആരാധിച്ചിട്ട് വിടുതലില്ല. അമ്മ സ്വതന്ത്രം പല കാര്യവും ചെയ്ത് നോക്കി, ഉപസിച്ച് നോക്കി, ഒന്നും നടക്കുന്നില്ല. അമ്മ സ്വ കൈയടിച്ച് നോക്കി, ഒന്നും നടക്കുന്നില്ല. അമ്മ സ്വ അറിയാവുന്നത് പോലെ ചാടി നോക്കി, ഒന്നും നടക്കുന്നില്ല. അറിയാവുന്നത് പോലെ കൊടുത്തു നോക്കി, ഒന്നും നടക്കുന്നില്ല. പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി നോക്കി, ഒന്നും നടക്കുന്നില്ല. എന്നാ കാര്യം? ദൈവം വിറ്റ് കളഞ്ഞാൽ അമ്മ സ്വ പ്രാർത്ഥിക്കാൻ കഴിയാതെ ശക്തി പോകും, ആരാധിക്കാൻ കഴിയാതെ ശക്തി പോകും, ശുശ്രൂഷിക്കാൻ കഴിയാതെ ശക്തി പോകും, വിശ്വസിക്കാൻ കഴിയാതെ ശക്തി പോകും, വേലയിൽ മുന്നേറാൻ കഴിയാതെ ശക്തി പോകും. നിൽക്കുന്നിടത്ത് നിൽക്കത്തേ ഉള്ളൂ, മുന്നേറത്തില്ല. തൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. സ്തോത്രം. പെട്ടെന്ന് കയറി വരാം. സ്തോത്ര. ശ്രദ്ധിക്കണമേ, ദൈവം ആരെ എഴുന്നേൽപ്പിച്ചത്? ചങ്ക കൈവയ്യ. അപ്പൊ ദൈവം ആരെ എഴുന്നേൽപ്പിച്ചത്? ദൈവത്തിന്റെ സിംഹത്തെ എഴുന്നേൽപ്പിച്ചോ? ദൈവത്തിന്റെ സിംഹത്തെ എഴുന്നേൽപ്പിച്ചോ? അപ്പൊ സ്തോത്രം. മാമേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞേ, ദൈവത്തിന്റെ സിംഹത്തെ എഴുന്നേൽപ്പിച്ചോ? അകത്ത് തൊട്ടേച്ച് പറ, സിംഹത്തെ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ സിംഹത്തെ എഴുന്നേൽപ്പിച്ചോ? ദൈവത്തിന്റെ സിംഹത്തെ എഴുന്നേൽപ്പിച്ചോ? ദൈവം എന്നാ ചെയ്തതാ? ദൈവത്തിന്റെ സിംഹത്തെ എഴുന്നേൽപ്പിച്ചോ? ചില വലിയ കാര്യത്തിന് വേണ്ടി ദൈവത്തിന്റെ സിംഹം എഴുന്നേൽക്കട്ടെ. ദൈവസഭയിൽ ദൈവത്തിന്റെ സിംഹം എഴുന്നേൽക്കട്ടെ. ആരാ ദൈവത്തിന്റെ സിംഹം? അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, അവന്റെ മേലെ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ സന്തോഷമുള്ളവർക്കായി സ്തോത്രം ചെയ്യുകയാ. അവന്റെ മേലെ യഹോവയുടെ ആത്മാവ് വന്നു. ദൂത് മനസ്സിലാക്കിക്കോണേ, ദൂത് മനസ്സിലാക്കിക്കോണം. നിങ്ങൾ ആരാണേലും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളാണ് സിംഹം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അവൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ അനേകരെ രക്ഷിക്കാനുള്ള സിംഹം നിങ്ങളാണ്, അനേകരെ വിടുവിക്കാനുള്ള സിംഹം നിങ്ങളാണ്. അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകത്തോട്ട് വന്നാൽ നിങ്ങളാണ് വിടുവിക്കുന്നത്, നിങ്ങളാണ് രക്ഷിക്കുന്നത്, നിങ്ങളാണ് ദേശത്തെ പിടിച്ചടക്കുന്നത്, നിങ്ങളാണ് മുന്നേറുന്നത്. അല്പസമയം ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ദൈവത്തിന്റെ സിംഹം എഴുന്നേക്കട്ടെ, കർത്താവിന്റെ സിംഹം എഴുന്നേക്കട്ടെ. ഇന്ന് പകൽക്കാലം സഭയ്ക്ക് ചിലരുടെ രക്ഷയാവശ്യമാ. ചില ജാതികളിൽ ബന്ധനത്തിൽ കിടക്കുന്നവര് രക്ഷപ്പെടണം, കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയണം, ചിലർ രക്ഷപ്പെടണം, ചില മന്ത്രവാദ കെട്ടുകൾ പൊട്ടണം, ചില ആവിയാര കെട്ടുകൾ പൊട്ടണം. ദൈവത്തിന്റെ സിംഹം എഴുന്നേൽക്കട്ടെ. അവിടെ എഴുതിയിരിക്കുന്നു, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു, യഹോവയുടെ ആത്മാവ് വന്നു, യഹോവയുടെ ആത്മാവ് വന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ആരുടെ മേൽ വരുന്നു അവരെ നോക്കി പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാ, നീ രക്ഷകനായി മാറാൻ പോവുകയാ, നീ രക്ഷകനായി മാറാൻ പോവുകയാ, നീ രക്ഷിക്കാൻ പോവുകയാ. പ്രാർത്ഥനയുടെ ക്ഷീണം മാറ്റി, ആരാധനകളുടെ ക്ഷീണം മാറ്റി, ശുശ്രൂഷകളുടെ ക്ഷീണം മാറ്റി, സഭയുടെ ക്ഷീണം മാറ്റി, ആത്മീയ പോരാട്ടത്തിൽ അനേകരെ രക്ഷിക്കാൻ പോവുകയാ. ദൈവത്തിന്റെ ആത്മാവ് വന്നു.
ചില അമ്മമാരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരട്ടെ. ചില സഹോദരിമാരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരട്ടെ. ചില കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരട്ടെ. ചില സഹോദരന്മാരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരട്ടെ. അഭിഷേകമുള്ള ശുശ്രൂഷയ്ക്കായി അഭിഷിക്തരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വരട്ടെ. സഭയുടെ ഉണങ്ങിയ അവസ്ഥ മാറട്ടെ. ആരാധനയുടെ ഉണങ്ങിയ അവസ്ഥ മാറട്ടെ. അവൻ കടഭാരങ്ങൾ മാറട്ടെ. രോഗങ്ങൾ മാറട്ടെ. ബന്ധനങ്ങൾ മാറട്ടെ. തകർച്ചകൾ മാറട്ടെ. അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നോ. ഒന്നിയാല് ജീവിച്ചുകൊണ്ടിരുന്ന ജീവിതമല്ല കേട്ടോ. ജീവിക്കേണ്ട ജീവിതത്തിനായി ദൈവത്തിന്റെ ആത്മാവ് വന്നോ. കൈവശമാക്കുന്ന ജീവിതം, അതിനുവേണ്ടി ദൈവത്തിന്റെ ആത്മാവ് വന്നോ. ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം പകരുന്നത് ഇതുവരെ ജീവിച്ചതുപോലെ ജീവിക്കാനല്ല, ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ. നിന്നെ അയച്ചത് ദേശം കൈവശമാക്കാനാ, കൈവശമാക്കാനാ. തൂതു മനസ്സിലാകുന്നവരാ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ജീവിക്കേണ്ടതുപോലെയല്ല, ഇടയിൽ ജീവിക്കാനല്ല. അവസ്ഥം ദൈവസന്നിധി നേരോടെ വിശ്വസ്തയോടെ ചിലരെ പറിച്ചു കളഞ്ഞാം. ശ്രദ്ധിച്ചേ അമ്മ, ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോഴുള്ള പ്രത്യേകത കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കണം. ഒരു ദൂത് സ്തോത്രം പറഞ്ഞേ. ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ അമ്മ കൂട്ടുകാരി സംസാരിക്കുന്നത് പോലെ. എന്തിനാ അവൻ രക്ഷകനായിട്ട് എഴുന്നേൽപ്പിച്ച ഒന്നിയലിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. എന്തിനാ ആത്മാവ് വന്നതെന്നറിയാമോ? നിന്റെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവിനെ സംസാരിക്കാനുണ്ട്. ഒരിക്കൽ കൂടി വിളിച്ചു പറയാം, പാപത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, നീതിയെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, പ്രത്യാശയെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, ധൈര്യത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, ശക്തിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്, എങ്ങനെയാ യുദ്ധം ചെയ്യേണ്ടത് സംസാരിക്കാനുണ്ട്. ഒന്നിയല്ലുമേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. രക്ഷകനാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കണം. യേശുവിന്റെ നാമത്തില, യേശുവിന്റെ നാമത്തില, യേശുവിന്റെ നാമത്തില അന്തരീക്ഷം മാറ്, അന്തരീക്ഷം മാറ്, അന്തരീക്ഷം മാറ്. ദൈവത്തിന്റെ ആത്മാവ് ഒന്നിയല്ല മേൽ വന്നു. ദൈവത്തിന്റെ ആത്മാവ് ഒന്നിയല്ല മേൽ വന്നു. സഭകളെ ഉണർത്താനായിട്ട്, ജനത്തെ എഴുന്നേൽപ്പിക്കാനായിട്ട്, ദേശത്തെ പിടിച്ചടക്കാനായിട്ട്. സ്തോത്രം. ഒരിക്കൽ കൂടി ഞാൻ വിളിച്ച് പറയാം, സ്തോത്ര, ഇഴയുന്ന ഒരു ആത്മീയ ജീവിതത്തിനല്ല കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വന്നത് ഒരു പ്രസംഗം പ്രസംഗിക്കാനല്ല. ഒരു പ്രസംഗം പ്രസംഗിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്തിനാ? മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. ദൈവത്തിൻ്റെ ആത്മാവ് വന്നു യോഗം ലീഡ് ചെയ്യാനല്ല. യോഗം ലീഡ് ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം എന്തിനാ? മറ്റു പലരും യോഗം ലീഡ് ചെയ്യുന്നില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് വന്നത് പാട്ട് പാടാനല്ല. അമിത പാട്ട് പലരും പാടുന്നില്ലേ? പലയിടത്തും ഇളക്കങ്ങൾ നടക്കുന്നില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് വന്നത് കൈവശമാക്കണം. നീ ഒരു രക്ഷകനായി മാറി ദേശം കൈവശമാക്കണം. ദൈവത്തിന്റെ ആത്മാവ് വന്ന് നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളോട് ഉടമ്പടി ചെയ്യാതെ അതിനെ തകർക്കണം, അതിനെ നിർമൂലമാക്കണം. ദൈവത്തിന്റെ ആത്മാവ് വന്നു. ദൈവത്തിന്റെ ആത്മാവ് ആത്മാവിനോട് സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിക്കും. യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരുടെയും ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സഹായം വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ആശ്വാസകനാകട്ടെ, സഹായകനാകട്ടെ, വഴികാട്ടിയാകട്ടെ, വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തട്ടെ, വഴി കാണിച്ചു കൊടുക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ദേവദാസന്മാരെ, ഞാൻ എന്തിനാ ഈ ഉപസിച്ചെന്ന് ഒറ്റ വാക്കിൽ സഭയോട് പറയാം.
ഒറ്റ വാക്കിൽ ശുശ്രൂഷകരോട് പറയാം. അപസ്തോലം, ഞാൻ എന്നാ ചെയ്താലോ ഒന്നുമാകത്തില്ല, ദൈവം ചെയ്താൽ വലിയ കാര്യങ്ങൾ നടക്കും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഞാൻ എന്നാ ചെയ്താലും ഒന്നും ആകത്തില്ല. ഒരു വർഷം അധ്വാനിച്ചാൽ ഒന്നും ആകത്തില്ല, 10 വർഷം അധ്വാനിച്ചാൽ ഒന്നും ആകത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കാനായി എഴുന്നേറ്റാല, ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കാൻ എഴുന്നേറ്റാല, പോകുന്ന വഴിയിലെ ചെങ്കടൽ തകരും, പോകുന്ന വഴിയിലെ മാറാ മധുരമാകാം, പോകുന്ന വഴിയിലെ എരികോ മതിൽ തകരും, പോകുന്ന വഴിയിൽ രാജാക്കന്മാരുടെ അരക്കച്ച അഴിയും, പോകുന്ന വഴിയിൽ അന്ധകാര ശക്തികൾ തകരും. ജീവിക്കുന്ന ജീവിതമല്ല, ജീവിക്കേണ്ട ജീവിതം, ജീവിക്കേണ്ട ജീവിതം. ഇടയിൽ പാർക്കാനല്ല കേട്ടോ, ഇടയിൽ പാർക്കാനല്ല. ചിലത് കൈവശമാക്കണം. കിര്യത്താർബെ കൈവശമാക്കണം, കിര്യത്താർബെ കൈവശമാക്കണം, കിര്യത്താർബെ കൈവശമാക്കണം, കിര്യത്താർബെ കൈവശമാക്കണം, കിര്യത്താർബെ കൈവശമാക്കണം, കിര്യത്താർബെ കൈവശമാക്കണം, കിര്യത്താർബെ കൈവശമാക്കണം. ചില പട്ടണങ്ങൾ പിടിക്കണം, ചില പട്ടണങ്ങൾ പിടിക്കണം. ഇടയിൽ പാർക്കുന്ന കാലം സഭയ്ക്ക് കഴിഞ്ഞു, ഇടയിൽ പാർക്കുന്ന കാലം സഭയ്ക്ക് കഴിഞ്ഞു. ഒന്നിയലുമാരുടെ കാലമാ, സിംഹങ്ങളുടെ കാല, സിംഹത്തിന്റെ കാല, സിംഹത്തിന്റെ കാല, സിംഹത്തിന്റെ കാല, സിംഹത്തിന്റെ കാല. വിളിച്ചു പറയട്ടെ, ഇനിയുള്ളത് സിംഹത്തിന്റെ കാലമാ, ഇനിയുള്ളത് സിംഹത്തിന്റെ കാലമാ. അക്ഷരത്തിന്റെ കാലമല്ല, ആത്മാവിന്റെ കാലം, പരിശുദ്ധാത്മാവിന്റെ കാലം, പരിശുദ്ധാത്മാവിന്റെ കാലം. പരിശുദ്ധാത്മാവിന്റെ കാലം, പരിശുദ്ധാത്മാവ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. വേണ്ടതാ സിംഹങ്ങളെ, വേണ്ടതാ. 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ അവസാനം ഞാൻ പ്രസംഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇതിനകത്തൊന്ന് എഴുന്നേൽക്കേണ്ടതാ. ഉടമ്പടി ചെയ്ത അവരുടെ ഇടയിൽ പാർക്കാൻ ഒരു കൂട്ടത്തെ അല്ല വേണ്ടതാ. മനസ്സിലാകുന്നവർക്ക് സിംഹങ്ങൾ എഴുന്നേൽക്കണം. ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ട് ദൈവജനത്തോടൊരു കാര്യം പറയാം. അഭിഷിക്തന്മാര് ശ്രദ്ധിച്ചോണം. ഇനിയുള്ള കാലം, എല്ലാവരും എന്നെ നോക്കിയാട്ടാ, ഇനിയുള്ള കാലം ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ കാലവാ, ഏറ്റവും വലിയ വെല്ലുവിളികളുടെ കാലവാ. എന്നാൽ ഇതിന് നടുവിൽ ഇപ്പോൾ ഉണർന്നില്ലെങ്കിൽ, ഇപ്പോൾ ശക്തി പ്രാപിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ബലം ഏറ്റെടുത്തില്ലെങ്കിൽ, അവൻ മൂടുവരെ ഇളക്കി കളയുന്ന അന്ധകാര വ്യാപാരങ്ങൾ നടുവില ദൈവദാസന്മാരെന്ന് തിരിച്ചറിഞ്ഞോണം. അവൻ മനസ്സിലാക്കിയേട്ട ശ്രദ്ധിച്ചാട്ടെ, ശ്രദ്ധിച്ചാട്ടെ. സ്വതന്ത്രം ബോധിച്ചതുപോലെ നടക്കുന്നവരോട് പറയാം, ബോധിച്ചവരോട് ബോധിച്ചതുപോലെ നടക്കുന്നവരോട് പറയാം, നിന്റെ കുടുംബം നാണം കെടുക. വിളിച്ചു പറയുക, നിന്റെ തലമുറ നാണം കെടുക. വിളിച്ചു പറയുക, ബോധിച്ചതുപോലെ നടക്കുന്നവരോട് പറയാം, ഈ പ്രമാണം വിട്ടിട്ട്, ഈ പ്രമാണം വിട്ടിട്ട് ബോധിച്ചതുപോലെ ജീവിക്കുന്നവരോട് പറയാം, പാപം സന്തോഷത്തിൽ അവസാനിക്കത്തില്ല. ഒരിക്കൽ കൂടി പറയുക, പാപം സന്തോഷത്തിൽ അവസാനിക്കത്തില്ല. അതൊരു ക്യാൻസറായി മാറാം. അവനത് തകർക്കാം. തൂതു മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പാപം സന്തോഷത്തിൽ അവസാനിക്കത്തില്ല. സഭ തയ്യാറാകട്ടെ. മക്കളെ, ഒന്നിയാലല്ല ചെയ്തത്, ഒന്നിയാലല്ല ചെയ്തത്. ദൈവത്തിൻ്റെ ആത്മാവ് ഒന്നിയലിൻ്റെ മേൽ വന്നു. ചെയ്യുന്നത് ആത്മാവ്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം, മനസ്സിലാവുന്നവർക്കായി സ്തോത്രം, മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഇനി നിങ്ങളല്ല ചെയ്യാൻ പോകുന്നത്. അടുത്തിരിക്കുന്ന ആളുടെ കൈക്ക് പിടിച്ച് ഉള്ളിക്കിട്ട് പറ, ഇനി നിങ്ങളല്ല ചെയ്യാൻ പോകുന്നത്, നിങ്ങളല്ല ചെയ്യാൻ പോകുന്നത്, നിങ്ങളല്ല ചെയ്യാൻ പോകുന്നത്.
അപസ്തോലൻ 2024 ഈ ജൂലൈ മാസത്തിന്റെ ഇന്നേ ദിനത്തിൽ അഭിഷിക്തരോടും സഭയോടും പറയാം, ഇനി നമ്മളല്ല ചെയ്യാൻ പോകുന്നത്, സിംഹം ചിലത് ചെയ്യാൻ പോവുകയാ, സിംഹം ചിലത് ചെയ്യാൻ പോവുകയാ, ദൈവത്തിന്റെ ആത്മാവ് ചിലത് ചെയ്യാൻ പോവുകയാ. അപ്പസ്തോലന്മാരിലൂടെ ചെയ്ത ദൈവത്തിന്റെ ആത്മാവ് പൗലോസെ ചെയ്യിപ്പിക്കാൻ പോവുകയാ, ഫിലിപ്പോസെ ചെയ്യിപ്പിക്കാൻ പോവുകയാ, യോഹന്നാനെ ചെയ്യിപ്പിക്കാൻ പോവുകയാ, പത്രോസെ ചെയ്യിപ്പിക്കാൻ പോവുകയാ. ശ്രദ്ധിച്ചാടെ സ്തോത്രം. ഞാൻ പറയുന്നത് കൊണ്ട് ആരും മുമ്പോട്ട് വരണ്ട. അമ്മ സ്തോത്രം. എന്നിലൂടെ ദൈവം ചിലത് ചെയ്യാൻ പോവുക. ആ ഉറപ്പുള്ളവർ മാത്രം മുമ്പോട്ട് വന്നേ. അമ്മ ആ ഉറപ്പുള്ള എന്നിലൂടെ ദൈവാത്മാവ് ചിലത് ചെയ്യാൻ പോവുക. എന്നിലൂടെ ദൈവാത്മാവ് ചിലത് ചെയ്യാൻ പോവുക. ഞാനല്ല ഇനി ചെയ്യാൻ പോകുന്നത്, ദൈവാത്മാവ് ചിലത് ചെയ്യാൻ പോവുക. ആ ഉറപ്പുള്ളവരാ അവ സ്തോത്രം കൈവശമാക്കാൻ വിളിയുണ്ടെന്ന് ഉറപ്പുള്ളവരാ, എൻ്റെ വിളി അതാണെന്ന് ഉറപ്പുള്ളവരാ മുമ്പോട്ട് വന്ന് നിന്നാട്ടെ. അവ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി മുമ്പോട്ട് വന്ന് നിന്നാട്ടെ. അങ്ങനെയുള്ളവർ ആരെ നോക്കരുത് കേട്ടോ, ആരെ നോക്കരുത്. അവ ഒരിക്കൽ കൂടെ വിളിച്ചു പറയാം, ബോധിച്ചതുപോലെ നടക്കാനുള്ളവര് ബോധിച്ചതുപോലെ നടന്നു. പക്ഷെ പാപം സന്തോഷത്തിൽ അവസാനിക്കത്തില്ല. അവൻ വിളിച്ചു പറയുകയാ, പാപം സന്തോഷത്തിൽ അവസാനിക്കത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം അവൻ ഓരോന്നിയല്ല ദൈവത്തിന് വേണം, ഓരോന്നിയല്ല ദൈവത്തിന് വേണം. അവൻ നിന്റെ കുടുംബത്തിൽ ഒന്നിയലായി ദൈവത്തിന് വേണം, നിന്റെ സഭയിൽ ഒന്നിയലായി ദൈവത്തിന് വേണം, നിന്റെ ദേശത്ത് ഒന്നിയലായി ദൈവത്തിന് വേണം. പറഞ്ഞാട്ട് ദൈവത്തിന്റെ ആത്മാവ് ചില ചെയ്യാൻ പോവുക, ദൈവത്തിന്റെ ആത്മാവ് ചില ചെയ്യാൻ പോവുക, ദൈവത്തിന്റെ ആത്മാവ് ചില ചെയ്യാൻ പോവുക, ദൈവത്തിന്റെ ആത്മാവ് ചില ചെയ്യാൻ പോവുക. അവൻ ഒരിക്കൽ കൂടി വിളിച്ചു പറയാം, സഭയ്ക്കകത്ത് ഭൂതങ്ങൾ അലറിയില്ലെങ്കിൽ, സഭയ്ക്കകത്ത് രോഗികൾ സൗഖ്യമായില്ലെങ്കിൽ, സഭയ്ക്കകത്ത് ബന്ധനങ്ങൾ അഴിഞ്ഞില്ലെങ്കിൽ, സഭയ്ക്കകത്ത് പ്രവചന ദൂത് വെളിപ്പെട്ടില്ലെങ്കിൽ, സഭയ്ക്കകത്ത് വചനത്തിന്റെ തീ ചിലരെ എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ, സഭയ്ക്കകത്ത് ചില കെട്ടുകളെ പൊട്ടിച്ചില്ലെങ്കിൽ, ദേശത്ത് വ്യാപരിക്കുന്ന ചില ആ വ്യാപാരങ്ങളെ കീഴടക്കിയിട്ടില്ലെങ്കിൽ, അതിന്റെ അർത്ഥം നീ തന്നെയാ വേല ചെയ്യുന്നേ. ചില പിന്മാറ്റക്കാരെ മടത്തി വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ജാതീയ ബന്ധനത്തിൽ കിടക്കുന്ന ചിലരെ ഈ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിന്റെ അർത്ഥം യു ആർ ദ പ്രീച്ചർ, യു ആർ ഡൂയിങ് ദാറ്റ് തിങ്സ്. അമിസ്റ്റർ നീ തന്നെയാ ചെയ്യുന്നേ, ആത്മാവല്ല. വിശ്വസിക്കുന്നു, 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 വിശ്വസിക്കുന്നു. ആത്മാവ് അവന്റെ മേൽ വന്നു, യഹോവയുടെ 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 ആത്മാവ് അവന്റെ മേൽ വന്നു. കോംപ്രമൈസിന്റെ ക്രിസ്തീയ ജീവിതം അല്ല കേട്ടോ, കൈവശമാക്കുന്ന ക്രിസ്തീയ ജീവിതം, പിടിച്ചടക്കുന്ന ക്രിസ്തീയ ജീവിതം, കീഴടക്കുന്ന ക്രിസ്തീയ ജീവിതം, കൊടികൾ ഉയർത്തുന്ന ക്രിസ്തീയ ജീവിതം. യഹോവയുടെ ആത്മാവ്, യഹോവയുടെ ആത്മാവ് അവരുടെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് അവരുടെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് അവരുടെ മേൽ വന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പാപബോധം വരുത്തുന്ന ആത്മാവ്, നീതിബോധം വരുത്തുന്ന ആത്മാവ്, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം വരുത്തുന്ന ആത്മാവ് ഓരോരുത്തരുടെയും മേൽ വ്യാപരിക്കട്ടെ, ഓരോരുത്തരുടെയും മേൽ വ്യാപരിക്കട്ടെ. ഞാൻ പറയുന്നു, അത് ആശ്വാസകനാ, അത് വിശ്വാസം തരുന്നതാ, അത് ധൈര്യം തരുന്നതാ, അത് ശക്തി തരുന്നതാ, അത് സഹായം തരുന്നതാ, അത് വഴിയൊരുക്കുന്നതാ, അത് പൂർത്തീകരിക്കുന്നതാ, അത് ചെയ്തെടുക്കുന്നതാ, അത് തികയ്ക്കുന്നതാ. മക്കളെ ശ്രദ്ധിച്ചേ കുഞ്ഞെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണ. അഭ്യസ്തോത്രം ഒന്നുകൂടെ പറയാം. ചിലർ ഒത്തിരി സ്പീഡിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾ കാണാറില്ലേ? അമ്മ എന്നാ കാര്യം എന്നറിയാമോ? അവരല്ല കാരണം,
അവരുടെ മേലൊരു ആത്മശക്തിയുണ്ട്. ആത്മശക്തിയാ ഈ ഒന്നിയലിന്റെ മേൽ വന്നതാ. ഒന്നിയലിന്റെ മേൽ വന്നപ്പോൾ അവൻ കിരീടദർഭ പിടിച്ചടക്കി. അവന്റെ ജീവിതം അവൻ പിടിച്ചടക്കി. അവൻ അനേകരുടെ ജീവിതം പിടിച്ചടക്കി. അനേകരെ രക്ഷകരായി മാറി. ഒന്നുകൂടെ പറയാ, ഇരുട്ടിന്റെ ശക്തികളെ അവൻ തകർത്തോ. ദൂത് മനസ്സിലാകുന്നവർക്ക് ആശ്വാസം. മോനെ, പരിശുദ്ധാത്മാവ് സഹായകനാ, പരിശുദ്ധാത്മാവ് ആശ്വാസകനാ, പരിശുദ്ധാത്മാവ് വഴികാട്ടിയാ, പരിശുദ്ധാത്മാവ് വിശ്വാസം തരാം, പരിശുദ്ധാത്മാവ് ശക്തി തരാം. അവൻ പരിശുദ്ധാത്മാവാണ് അവസാനിപ്പിക്കുന്നത്. ദേവദാസന്മാരെ, സ്തോത്രം. നമ്മുടെ ശുശ്രൂഷ എങ്ങനെയാ അവസാനിക്കണ്ടേ? നട്ടുച്ചക്കത്തിലെ സൂര്യനെ പോലെ അധികം ശോഭയോടെ വന്നിട്ട് വേണം ശുശ്രൂഷ അവസാനിക്കാൻ. ഒരു കരിക്കട്ടയായിട്ടല്ല അവസാനിക്കേണ്ടത്, തീക്കട്ടയായി അവസാനിക്കണം. പിടിച്ചടക്കി അവസാനിക്കണം, കൈവശമാക്കി അവസാനിക്കണം, ചിലരെ നിർമൂലമാക്കി അവസാനിപ്പിക്കണം, ചിലരെ കീഴടക്കി അവസാനിപ്പിക്കണം. ഒന്നിയല്ലുമേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ഒന്നിയല്ലുമേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ദൈവം രക്ഷകനായിട്ട് അവനെ എഴുന്നേൽപ്പിച്ചു. ദൈവം രക്ഷകനായിട്ട് അവനെ എഴുന്നേൽപ്പിച്ചു. ഒരിക്കൽ കൂടി പറയാം, ഒരു പദവും കൂടെ പറയാം. നിങ്ങളായിരുന്ന കസേരയെന്നുണ്ടല്ലോ, നിങ്ങളായിരുന്ന കസേരയെന്നുണ്ടല്ലോ, നിങ്ങളെ എഴുന്നേൽപ്പിച്ചത് ഒരു ദൂത് പറയാനാ. വെറുതെ എഴുന്നേൽപ്പിച്ചതല്ല, രക്ഷകനായിട്ട് എഴുന്നേൽപ്പിച്ചോ. രക്ഷകനായിട്ട് എഴുന്നേൽപ്പിച്ചോ. വെറുതെ എഴുന്നേൽപ്പിച്ചതല്ല, രക്ഷകനായി എഴുന്നേൽപ്പിച്ചോ. ഈ പട്ടണത്തിന്റെ രക്ഷകൻ, ദേശത്തിന്റെ രക്ഷകൻ, കുടുംബത്തിന്റെ രക്ഷകർ, സഭയിലെ രക്ഷകർ, ചിലരെ തകർത്തുകൊണ്ട് ആത്മാവ് വന്നവരെ രക്ഷകരായി മാറും. Save them, save them, save them. അവരെ രക്ഷിക്കുക, അവരെ രക്ഷിക്കുക. മക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന രക്ഷിക്കുക, കൊച്ചുമക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന രക്ഷിക്കുക, യൗവനക്കാർ നഷ്ടപ്പെട്ടു പോകുന്ന രക്ഷിക്കുക, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന രക്ഷിക്കുക. അനേകരെ കഞ്ചാവിന് അടിമയാകുക. പിന്നെ അനേകരും അമ്മേ മോനെ, അനേകർ കഞ്ചാവിന് അടിമയാവുകയാ, അനേകർ ഫോണിന് അടിമയാവുകയാ, അനേകർ പല ബന്ധനങ്ങൾക്കും അടിമയാവുകയാ. അവസ്ഥ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുകയാ. എന്തിനാ എഴുന്നേൽപ്പിക്കുന്ന അറിയാമോ? ചിലരെ മന്ത്രവാദം തകർക്കുന്നു, ചിലരെ ആഭിചാരം തകർക്കുന്നു, ചിലരുടെ മേൽ ദേശാധിപതി ശക്തികൾ തകർക്കുന്നു, ചിലരെ നശിപ്പിക്കുന്ന വൈശാചിക വ്യാപാരങ്ങൾ, കുടുംബം തകർക്കുന്നു, അവൻ രോഗമിടുന്നു, അവൻ ജീവിതത്തിൽ പരാജയം വരുത്തുന്നു. നിന്നെ രക്ഷകനായി എഴുന്നേൽപ്പിക്കുകയാ, രക്ഷകനായി എഴുന്നേൽപ്പിക്കുകയാ, രക്ഷകനായി ലഭിക്കുകയാ, രക്ഷകനായി ലഭിക്കുക. രക്ഷിക്കുക, അവരെ രക്ഷിക്കുക. പക്ഷെ ഇതുകൂടെ പറഞ്ഞില്ലേ ശരിയാകത്തില്ലല്ലോ, അല്ലേ? ഇതുകൂടെ പറഞ്ഞില്ലേ ശരിയാകത്തില്ല. ചുമ്മാതെ ക്രിസ്തീയ ജീവിതം ജയവാകത്തില്ല സഹോദരി. പൗലോസ് പറയുന്നത് അറിയാമോ? എന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്കൊത്തവണ്ണം ഞാൻ പോരാടി അധ്വാനിക്കുക. എന്നതാ എന്നിൽ വ്യാപരിക്കുന്ന? 2000 ഹോർസ് പവറിന്റെ മോട്ടർ വർക്ക് ചെയ്യുന്നേ. ഞാൻ പിന്നെ എങ്ങനെ കറങ്ങണം? 2000 ഹോർസ് പവറിന്റെ മോട്ടർ കറങ്ങുമ്പോൾ ഞാൻ എങ്ങനെ കറങ്ങണം? ഞാൻ 100ന്റെ ലെവലിലാണോ കറങ്ങണ്ടേ? ഞാൻ 150ന്റെ ലെവലിലാണോ കറങ്ങണ്ടേ? സ്വത്രം സ്വത്രം ഒത്തവണ്ണം പോരാടണം മോളെ. നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് ഒത്തവണ്ണം ചിലരെ രക്ഷിക്കാൻ, ചിലരെ രക്ഷിക്കാൻ, ചിലരെ രക്ഷിക്കാൻ രക്ഷകനായി എഴുന്നേൽപ്പിക്കുകയാ,
രക്ഷകരെ എഴുന്നേൽപ്പിക്കുക, രക്ഷകരെ എഴുന്നേൽപ്പിക്കുക. അതിനൊത്തവണ്ണം പോരാടി 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 വ്യാപരിക്കുന്ന ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കോണം, വ്യാപരിക്കുന്ന ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കോണം. സോദര പറഞ്ഞു നിർത്താം. സോദരം, നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്നതാണേലും ശരി, ഇവിടെ പലരും ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞ ഒരു പദം ഞാൻ ഒറ്റവാക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. പോരാട്ടം എത്ര വലുതാണേലും ശരി, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അതിന് മീതെയുള്ളതാ, അതിന് മീതെയുള്ളതാ, അതിന് മീതെയുള്ളതാ. യേശുവിന്റെ നാമത്തിലാ ഇന്ന് പകൽക്കാല ദൈവവേലയ്ക്കെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ തകർക്കുകയാ. ഓരോ പ്രവർത്തനങ്ങൾക്കും വിരോധമായി വ്യാപരിക്കുന്ന വ്യാപാര ശക്തികളെ തകർക്കുന്ന ശക്തി ദൈവല ബൗഡപരാജല ഗന്ധുന സന്ധിനാറുകൾക്ക് മനകത്തിൽ